സിദ്ദീഖ്, ദൈവം സത്യമോ മിഥ്യയോ എന്ന ചോദ്യത്തിന് ദൈവം സത്യമല്ല മിഥ്യയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആദ്യമായി യാദർച്ഛികമായി കടന്നു വന്ന് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ട തേനീച്ചയെ കുറിച്ച് പറയുന്ന വിശുദ്ധ ഖുർആനിൽ തേനീച്ചയെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗത്തിൽ തേൻ പല നിറത്തിലുണ്ടെന്നും ആ തേൻ തേനീച്ചയുടെ ഉദരത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നതെന്നും പടച്ച തമ്പുരാൻ പറഞ്ഞതായി വിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് നബി പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഈ ലോകത്തിലെ നഴ്സറി കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു കാര്യമാണ് തേനീച്ച ശേഖരിക്കുന്നത് പൂപ്പൊടിയിൽ നിന്നും ഇപ്പോൾ പലചരക്ക് കടയിലെ ശർക്കരയും പഞ്ചസാര ചാക്കിൽ നിന്നും ഒക്കെയാണെന്നുള്ളത്. തേനീച്ചയുടെ വയറ്റിൽ നിന്നുമാണ് തേൻ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ദൈവം മിഥ്യയാണ്, അറിവില്ലാത്തവനാണ്, അല്പജ്ഞാനിയായ മനുഷ്യന്റെ കണ്ടെത്തൽ മാത്രമായിരുന്നു ഇത് എന്ന് വിശ്വസിക്കുന്നു. ഇതിന് മറുപടി പറയുക. സുഹൃത്ത് സിദ്ദീഖിന്റെ ചോദ്യം, എല്ലാ പ്രവാചകന്മാരും കള്ളന്മാരും കൊള്ളരുതാത്തവരും കള്ളം പറഞ്ഞവരുമാണ്. പരിശുദ്ധ ഖുർആനിൽ തേനീച്ചയെക്കുറിച്ച് പറയുന്നിടത്ത് തേനീച്ചയുടെ വയറ്റിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നഴ്സറി ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ്. തേനീച്ചയുടെ വയറ്റിൽ നിന്നല്ല, പൂവിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം പൊട്ടത്തരങ്ങൾ പറയുന്ന ഗ്രന്ഥം, അത് എന്ന് പറയുന്ന ദൈവം ഇതെല്ലാം മിഥ്യയാണ് എന്നാണ് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സത്യത്തിൽ സിദ്ദീഖ് സാഹിബ് അദ്ദേഹത്തിന്റെ മുൻധാരണകൾ, എന്തിനൊക്കെയുള്ള വിരോധം, ആ വിരോധങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പറയുമ്പോൾ വിഷയങ്ങൾ പഠിക്കുവാൻ സന്നദ്ധമാകണം എന്നാണ് വളരെ വിനീതമായി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. യഥാർത്ഥത്തിൽ തേൻ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? തേൻ തീർച്ചയായും പൂക്കളിലുള്ള ചില ഫലങ്ങളിലുള്ള അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഷഡ്പദങ്ങളെ ആകർഷിക്കുന്നതിനു വേണ്ടി പ്രത്യേകമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ദ്രാവകമാണ് നമ്മൾ നെക്ടാർ എന്ന ഇംഗ്ലീഷിൽ പറയുന്ന തേനിന്റെ പ്രാഥമികമായ തലം. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന തേൻ ഇംഗ്ലീഷിൽ നെക്ടാർ എന്ന് പറയുന്ന, മലയാളത്തിലാവുമ്പോൾ നമുക്ക് തേൻ എന്ന് തന്നെയാണ് നേർക്കുനേരെ പറയാൻ കഴിയുള്ളൂ. എന്തിനും പൂവിൽ നിന്ന് ലഭിക്കുന്ന തേനല്ല. പൂവിൽ നിന്ന് ലഭിക്കുന്ന തേനിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകമായ ഔഷധ ഗുണങ്ങൾ എന്തെങ്കിലും ഉള്ളതായി കൃത്യമായി ശാസ്ത്രീയമായി സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിലെ തേനീച്ചയെക്കുറിച്ചുള്ള സൂക്തത്തിലെ 68-69 വചനങ്ങളിൽ വഔഹാ റബ്ബുക ഇലൻ നഹ്ലി എന്ന് തുടങ്ങുന്ന വളരെ ദീർഘമായ വചനങ്ങളാണ് എന്റെ സിദ്ദീഖ് സാഹിബിന്റെ പരാമർശത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇവിടെ സിദ്ദീഖ് സാഹിബ് ശ്രദ്ധിക്കാത്തൊരു കാര്യം, തേനിനെ കുറിച്ച് ഉദരത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം, ഷിഫ ഉണ്ട്, അതിൽ രോഗശമനമുണ്ട് എന്ന്. എന്താണ് ഇവിടെ രോഗശമനം നൽകുന്ന തേൻ? അത് നഴ്സറി ക്ലാസ്സിലൊന്നും പോണ്ട, അതിന് എവിടെയും പോണ്ട. ഏത് എന്തെങ്കിലും ഒരു അന്തമുള്ള ഒരു സാധാ മനുഷ്യനോട്, മലയാളിനോട് ചോദിച്ചാൽ മതി, എന്തുകൊണ്ടാണ് നമ്മൾ തേനീച്ച, ഇവിടെ പലരും തേന് കൊണ്ടുവരുന്ന ആളുകൾ ഉണ്ടാകാറുണ്ട് അല്ലെ? തേനിങ്ങനെ വഴിവാണിപ്പക്കാരായി വിൽക്കുന്ന ആളുകൾ ഉണ്ടാകാറുണ്ട്. ആ വഴിവാണിപ്പക്കാരായി വിൽക്കുന്ന ആളുകൾ പോലും അവർ വിൽക്കുന്ന തേൻ ഒറിജിനലാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി കാണിക്കാറുണ്ട്. എന്താണ് ഈ ഒറിജിനൽ തേൻ? ഒറിജിനൽ തേൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ തേനീച്ചയിൽ നിന്നുണ്ടാകുന്ന തേനീച്ചയിൽ നിന്നുണ്ടാകുന്ന തേനും
പിന്നെ പൂക്കളിൽ നിന്നും കായ്ക്കളിൽ നിന്നുണ്ടാകുന്ന തേനും തമ്മിലുള്ള വ്യത്യാസം സിദ്ദീഖ് സാഹിബ് മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ പൂക്കളിലുള്ള തേൻ ഇത് ശേഖരിച്ച ശേഷം ആ ശേഖരിച്ചിട്ട് ഒരു പാത്രത്തിൽ കൊണ്ട് ശേഖരിച്ചിട്ട് കൊണ്ടുവരല്ല സിദ്ദീഖ് സാഹിബ് വിചാരിച്ചതുപോലെ തേനീച്ചന്റെ പണി. തേനീച്ചന്റെ കയ്യിൽ പാത്രമൊന്നുമില്ല. തേനീച്ച എന്താ ചെയ്യുന്നത്? തേനീച്ച ആ തേൻ ശേഖരിക്കുന്നത് അതിന്റെ ആമാശയത്തിൽ തന്നെയാണ്. ആമാശയത്തിൽ ശേഖരിച്ചതിന് ശേഷം ആ തേൻ പിന്നെ തേനീച്ച പുറത്ത് വിടുകയാണ്, അല്ലെങ്കിൽ തേനീച്ച ഛർദ്ദിച്ചതാണ് നമ്മൾ ഉപയോഗിക്കുന്ന തേൻ എന്നർത്ഥം. ആ തേനാണ് ഔഷധ ഗുണമുള്ള തേൻ. സിദ്ദീഖ് സാഹിബ് നഴ്സറി ക്ലാസ് പോണതിന് മുമ്പ് ഏതെങ്കിലും ഒരു നാടൻ പിന്നെ വൈദ്യശാലയിൽ കയറി ചോദിച്ചാൽ ഈ കാര്യം മനസ്സിലാകുമായിരുന്നു. അദ്ദേഹം ഭയങ്കര ഒരു കാര്യമായിട്ട് ദൈവനിഷേധത്തിനുള്ളൊരു കാര്യമായി അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതൊന്ന് ചെയ്തു നോക്കാമായിരുന്നു എന്ന് എനിക്ക് വിനീതമായ അഭിപ്രായമാണ്. സത്യത്തിൽ അദ്ദേഹം ഇത് അവതരിപ്പിച്ചത് കേട്ടപ്പോൾ എനിക്ക് ദൈവനിഷേധികളുടെ ഒരു അന്തക്കുറവിനെ കുറിച്ചാണ് എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയത്. അന്തക്കുറവെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ അവിടെ സിദ്ദീഖ് സാഹിബിനോടുള്ള സകല ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, അദ്ദേഹം എവിടെ നിന്നോ കേട്ട ഒരു സംഗതി അത് പരിശുദ്ധ ഖുർആനിനെതിരെയുള്ള ഒരു ആയുധമാണ് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുകയും ആ ആയുധം എടുത്തു കൊണ്ടുവന്ന് വളരെ അതോടനുബന്ധിച്ച് പ്രവാചകന്മാരെയും പുണ്യപുരുഷന്മാരെയും മഹാന്മാരെയും എല്ലാം കള്ളന്മാരും കൊള്ളരുതാത്തവരുമെല്ലാമായി പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയം പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇത് ഒന്ന് അന്വേഷിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ സന്നദ്ധമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു ഈ തേനിനെ കുറിച്ച് യാഥാർത്ഥ്യവും. അതിന് വളരെ വലിയ അഗാധമായ ജ്ഞാനത്തിന്റെ ഒന്നും ആവശ്യമില്ല. ആർക്കും അറിയാവുന്നതാണ്, തേൻ കേവലം തേനീച്ച ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് ശേഖരിച്ച് നമുക്ക് തരുന്ന സാധനമല്ല, മറിച്ച് തേനീച്ച അത് രാമാശയത്തിൽ ശേഖരിക്കുകയും അത് പുറത്തേക്ക് ഛർദ്ദിക്കുകയും ചെയ്ത് അങ്ങനെ അതിന്റെ ശരീരത്തിലെ സ്രവങ്ങളും കൂടിക്കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ തേൻ ഔഷധ ഗുണമുള്ളതാകുന്നത്. പരിശുദ്ധ ഖുർആനാകട്ടെ പറയുന്നത് ഔഷധ ഗുണമുള്ള തേനിനെ കുറിച്ചാണ്. ഇത് അദ്ദേഹത്തിന് എവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. ദൈവ നിഷേധത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇതേപോലെയുള്ള അടിസ്ഥാനരഹിതമായ വാദങ്ങളിലാണ് അവർ പലപ്പോഴും അഭിരമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഇതിനുത്തരം കിട്ടിയാൽ അടുത്ത പ്രശ്നം അവതരിപ്പിക്കുക എന്നല്ലാതെ ആ ഉത്തരത്തിലും ആ ഉത്തരത്തിന്റെ വസ്തുതയിലും ആ വസ്തുതയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യത്തിലുമുള്ള വെളിച്ചം എന്താണ് എന്ന് അന്വേഷിക്കാൻ പലപ്പോഴും ഇത്തരം ആളുകൾ സന്നദ്ധമാകാറില്ല. അങ്ങനെ സന്നദ്ധമാകണമെന്നാണ് സിദ്ദീഖിനോട് എനിക്ക് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. അക്ബർ സാഹിബ്, താങ്കൾ വളരെ സമർത്ഥമായി മറുപടി പറയുന്ന ഒരാളാണെന്നാണ് എന്റെ ധാരണ. ഞാൻ ഈ 38 വയസ്സ് കാലത്തിനിടയിൽ ഏകദേശം 4000-ഓളം പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളാണ്. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. താങ്കൾ എന്റെ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വളരെയധികം സങ്കടമാണ് തോന്നുന്നത്. കാരണം അക്ബർ സാഹിബിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ഉത്തരം, എന്തുകൊണ്ട് ദൈവത്തിന് എന്തുകൊണ്ട് അത് കഴിഞ്ഞില്ല? പൂമ്പൊടിയിൽ നിന്നും പൂവിൽ നിന്നും തേനീച്ച തേൻ ശേഖരിച്ചു കൊണ്ടെന്ന് അതിന്റെ അടകളിൽ വെക്കുന്നു എന്ന് പറയാൻ ദൈവത്തിന് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ദൈവം പരാജയമല്ലേ? എന്തിനാ പിന്നെ വളഞ്ഞു പിടിക്കുന്നത്? തേനീച്ച അതിന്റെ വായിലോ കിളി അതിന്റെ വായിലോ കൊണ്ടെന്നുള്ളതല്ല, അതിന്റെ ആമാശയത്തിൽ നിന്ന് വരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ദൈവം പറയുന്നു, എന്നെ സൃഷ്ടിച്ച മണ്ടനായ ദൈവം, അതല്ലേ ശരി? സിദ്ദീഖ് 4000 പുസ്തകം വായിച്ചിട്ട് ഇതാണ് സ്ഥിതിയെങ്കിൽ അപ്പോ കൂടുതൽ വായിക്കാതിരിക്കുന്നതാണോ നല്ലതെന്ന് അത്ഭുതപ്പെടുകയാണ് ഞാൻ. ഇത് നമ്മളൊരു വൈകാരികമായുള്ള പ്രകടനത്തിന് വേണ്ടിയുള്ളൊരു വേദിയല്ല. അതുകൊണ്ട് കയ്യടിയെല്ലാം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കാം. പ്രവാചകന്റെ വചനത്തിന് എതിരാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. പ്രവാചക വചനത്തിനെതിരെ എന്ന് പറഞ്ഞ പ്രവാചകൻ രക്തസാക്ഷിയുടെ രക്തത്തെക്കാൾ വിലയേൽപ്പിക്കുന്നു ഞാൻ എഴുത്തുകാരന്റെ മഷിക്ക് എന്ന് പറഞ്ഞ പ്രവാചകൻ ഇക്രാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഖുർആൻ വായിക്കുക, പാരായണം ചെയ്യപ്പെടുക എന്നർത്ഥം വരുന്ന ഖുർആൻ
സിദ്ദീഖ് ഇവിടെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ആദ്യം പറഞ്ഞതിന് നേരെ എതിരാണ്. അഥവാ അദ്ദേഹം ഇവിടെ പറഞ്ഞത് എന്താണ്? എല്ലാ പ്രവാചകന്മാരും കള്ളന്മാരും കൊള്ളരുതാത്തവരും കളവ് മാത്രം പറയുന്ന ആളുകളുമാണ്. ഇത്രയുമെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലത് പറഞ്ഞിട്ടുണ്ടെന്ന് സമ്മതിക്കാൻ സിദ്ദീഖിന് കഴിഞ്ഞല്ലോ എന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പദത്തിന് തന്നെ എതിരാണ്. സത്യസന്ധമായി ഞാനിവിടെ അത്തരം ഇവിടെ CD ഉണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ അങ്ങനത്തെ ഈ രൂപത്തിലുള്ള ഒരു തർക്ക വിതർക്കങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സിദ്ദീഖ്, ഞാൻ പറഞ്ഞത് താങ്കളെ വലുതാക്കുവാനോ ചെറുതാക്കുവാനോ വേണ്ടിയല്ല. താങ്കളടക്കമുള്ള മുഴുവൻ മനുഷ്യരും ആത്മാർത്ഥമായി ചിന്തിക്കണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുർആനിലെ ഈ വചനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വചനങ്ങളുടെ പരിഭാഷയെങ്കിലും വായിച്ചാൽ സിദ്ദീഖിന് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഖുർആൻ സംസാരിക്കുന്നത് എന്ന്. ഖുർആൻ പറയുന്നത് തേനിനെ കുറിച്ചാണ്, തേനീച്ച ഉൽപ്പാദിപ്പിക്കുന്ന തേനിനെ കുറിച്ചാണ്. തേനീച്ച ഉൽപ്പാദിപ്പിക്കുന്ന തേൻ, ആ തേനിന്റെ അടിസ്ഥാന ഘടകമായി മാറുന്നത് തീർച്ചയായും പുഷ്പങ്ങളിലെ തേൻ തന്നെയാണ്. ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യം. പക്ഷേ പുഷ്പങ്ങളിലെ തേൻ അതേപോലെ ശേഖരിച്ച് ഒരു ബക്കറ്റിലാക്കി ഒരു പാത്രത്തിലാക്കി കൊണ്ടുവരുന്ന തരികയല്ല തേനീച്ച ചെയ്യുന്നത്. മറിച്ച് അത് അതിന്റെ ശരീരത്തിലേക്ക് ഈ തേൻ ശേഖരിക്കുകയും അതിന്റെ ശരീരസ്രവങ്ങളുമായി അത് കൂടിച്ചേരുകയും ആ ശരീരസ്രവങ്ങൾ അടക്കം കൂടിച്ചേർന്ന് ഇംഗ്ലീഷിൽ ഹണി എന്ന് വിളിക്കുന്ന ആ തേൻ എന്ന ദ്രാവകം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഒരുപാട് ഔഷധങ്ങൾക്കുള്ള ഫലപ്രദമായ മരുന്നായ തേൻ എന്ന ദ്രാവകം പുറത്തു വരുന്നു. ഖുർആൻ പറഞ്ഞത് തേനീച്ചയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന തേൻ തന്നെയാണ്. ആ ഖുർആൻ പടച്ചോന്റെ അടുത്തുനിന്നുള്ളത് തന്നെയാണ് എന്നതിനുള്ള തെളിവാണത്. എന്തുകൊണ്ട്? പടച്ച തമ്പുരാൻ ഇവിടെ പറയുന്നത് കേവലം പുഷ്പങ്ങളിലുള്ള അല്ലെങ്കിൽ ഫലങ്ങളിലുള്ള തേനല്ല, നെക്ടാറല്ല. മറിച്ച് ഞാൻ വീണ്ടും സിദ്ദീഖ് സാഹിബിനോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഏതെങ്കിലും നാട്ടുവൈദ്യനോട് പോയി ചോദിച്ചു നോക്കിയാൽ, ഒരു നാട്ടുവൈദ്യനോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നാട്ടുവൈദ്യന്റെ അടുത്തൊന്നും പോണ്ട, നമ്മൾക്ക് തന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ. തേന്, പുഷ്പത്തിലെ തേനാണ് നമ്മൾ തേൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. തേൻ എന്ന് പറഞ്ഞിട്ട് തേനും കൂട്ടിയിട്ട് ഒരു മരുന്ന് കുടിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും പൂ തെരഞ്ഞ് നമ്മൾ തേന് പിഴിയാൻ വേണ്ടി പോകാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ആ തേനല്ല ഔഷധ ഗുണമുള്ള തേൻ എന്ന് എല്ലാവർക്കും അറിയാം. ഔഷധ ഗുണമുള്ള തേൻ തേനീച്ച സ്വന്തം ശരീരത്തിലേക്ക് ഇതിന്റെ തേൻ ശേഖരിക്കുകയും ഖുർആൻ അതും പറഞ്ഞു. തേൻ ശേഖരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആ ശേഖരിക്കുകയും എന്നിട്ട് അതിന്റെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന തേനാണ്. അത് തന്നെയാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. താങ്കൾക്ക് തേൻ എന്നുള്ളൊരു പദത്തിൽ നിന്ന് സംഭവിച്ച ഒരു അക്ഷരപ്പിശക് മാത്രമാണിത്. ആ അക്ഷരപ്പിശകിൽ പിടിച്ച് പരിശുദ്ധ ഖുർആനെയും പ്രവാചകനെയും പടച്ചതമ്പുരാനെയും എല്ലാം നിഷേധിക്കുക എന്നതിനപ്പുറത്ത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിക്കാൻ സന്നദ്ധമാകണമെന്നാണ് അദ്ദേഹത്തോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ സുഹൃത്ത് സിദ്ദീഖ് ചോദിച്ചപ്പോൾ അദ്ദേഹം ദൈവത്തിന് എന്തുകൊണ്ട് ഈ തേന് ഇങ്ങനെല്ലാം ആക്കാതെ തന്നെ നേർക്ക് നേരെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയാൽ പോരായിരുന്നോ എന്നുള്ള രൂപത്തിലുള്ളൊരു ചോദ്യം ഉണ്ടാവുകയുണ്ടായി. യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാൻ ഓരോന്നിനും ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ വളരെ കൃത്യമാണ്, വളരെ സൂക്ഷ്മമാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പടച്ചവന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, പടച്ചവന് തെങ്ങില്ലാതെ തന്നെ തെന്നാലെ തേങ്ങ ഉണ്ടാക്കിക്കൂടായിരുന്നു? കോഴിയില്ലാതെ തന്നെ മുട്ടയുണ്ടാക്കിക്കൂടായിരുന്നു? ഈ പ്രയാസമൊന്നുമില്ല, നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടൊന്നും കാര്യമില്ലാതെ തന്നെ
നേർക്ക് നേരെ ഭക്ഷണം പദാർത്ഥം ശരീരത്തിൽ പോയി ആമാശയത്തിൽ പോയി ഇങ്ങനെ മാറി, എന്നിട്ട് രക്തമായി ശരീരത്തിലെ പോഷകങ്ങളായി രക്തചംക്രമണം ചെയ്ത് ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടാതിനെ പഠിച്ചവർക്ക് നേരെ തന്നെ രക്തം നമുക്ക് കുടിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിക്കൂടായിരുന്നോ? ഇങ്ങനെയെല്ലാം നമുക്ക് ചോദിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടിക്രമത്തിന്റെ ഭാഗമായി പല ജീവികളെയും ജന്തുക്കളെയും പ്രാണികളെയുമെല്ലാം അവരുടെ പാരസ്പര്യത്തിന്റെ ഭാഗമായി പടച്ചവൻ ഉപയോഗിച്ചതായി കാണാൻ കഴിയും. അത് പടച്ചവന്റെ സൃഷ്ടിക്രമത്തിന്റെ ഒരു ഭാഗമാണ്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം തന്നെ സൂക്ഷ്മമാണ്, കൃത്യമാണ് എന്നുള്ള വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പൊ ഉദാഹരണത്തിന് തേനീച്ചയുടെ കാര്യം തന്നെ എടുക്കുക. തേനീച്ച പൂവിൽ വന്ന് തേൻ കുടിക്കുന്നു. തേൻ കുടിക്കുന്നത് പൂവിന് ആവശ്യമുണ്ട്. പൂവിന് ആവശ്യമുണ്ട്. എന്തിനാണ്? അത് പരാഗണം നടക്കണം ഇതിലൂടെ. യഥാർത്ഥത്തിൽ സസ്യശാസ്ത്രജ്ഞന്റെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പഠനം നടത്തുന്ന ആളുടെ ഭാഷയിൽ പറഞ്ഞാൽ, പരാഗരേണുക്കൾ ഒരു പുഷ്പത്തിൽ നിന്ന് ആൺപുഷ്പത്തിൽ നിന്ന് പെൺപുഷ്പത്തിൽ എത്തിക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്ന തേനീച്ചക്ക് പൂവ് നൽകുന്ന സമ്മാനമാണ് തേൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തേനീച്ച അവിടെ എത്തിക്കുന്നു. പൂവിൽ നിന്ന് ഇത് വലിച്ചെടുക്കുന്ന തേനീച്ച ഈ തേൻ വലിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ പരാഗരേണുക്കളും അതിന്റെ ശരീരത്തിൽ പറ്റുന്നു. അത് അടുത്ത പൂവിലിരിക്കുമ്പോൾ ആ പരാഗരേണുക്കൾ അവിടെ പതിക്കുന്നു. അതുവഴി പരാഗണം നടക്കുന്നു. പരാഗണം നടക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഫലമായി കായ് ഉണ്ടാകുന്നു. അതവിടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭക്ഷണമായി തേൻ മാറുന്നു. അതോടൊപ്പം ഈ തേനിനെ മനുഷ്യർക്കും മറ്റു പല ജീവികൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള ഒരു പ്രത്യേക ഒരു ചംക്രമണ വ്യവസ്ഥയനുസരിച്ച് തേനീച്ചയുടെ ശരീരത്തിൽ അത് തേനായി മാറുകയും ചെയ്യുന്നു. അവിടെയും തേനീച്ച തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ജീവശാസ്ത്രപരമായി അതൊരിക്കലും തന്നെ മനുഷ്യന് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അതിന്റെ പ്രത്യുൽപാദനത്തിന് അതിനാവശ്യമായ കൂടിൽ അതിന്റെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു തലത്തിലാണ് അതിന്റെ തേന്റെ ഉൽപ്പാദനം. പക്ഷെ അത് മനുഷ്യന് ഉപകാരപ്രദമായി മാറുന്നു. ഇതെല്ലാം പടച്ചവന്റെ ഒരു സൃഷ്ടിഘടനയുടെ വളരെ സമർത്ഥമായ പാരസ്പര്യമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ പാരസ്പര്യം പോലും അത്ഭുതകരമാണ്. ഇത് ഓരോന്നും അത്ഭുതകരമാണ്. പൂവാണോ തേനീച്ചയാണോ ഈ പരാഗണത്തിലുള്ള കാര്യങ്ങളാണോ മനുഷ്യനാണോ, ഇങ്ങനെ എന്താണ് ആദ്യം ഉണ്ടായതെന്നെല്ലാം ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയാത്ത വിധം അത്രയും വളരെ 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 സൂക്ഷ്മമായിട്ടാണ് അവയെ പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുന്നത്, പടച്ച തമ്പുരാൻ ഈ സൃഷ്ടിഘടനയിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ക്രമം വളരെ സൂക്ഷ്മമാണ് എന്നുള്ള വസ്തുത തന്നെയാണ് ഇക്കാര്യവും വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്.